ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വറുത്തരച്ച നാടൻ കടലക്കറിയും പുട്ടുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പണ്ടെല്ലാം വറുത്തരച്ച് നല്ല ചാറുണ്ടാക്കലില്ലേ, അപ്പോൾ അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കറിക്കുണ്ടല്ലോ ഹോട്ടലിൻ്റെ അതേ ടേസ്റ്റാണ്. പുട്ടും അങ്ങനെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടും കടലയും. ഇത് ഉണ്ടാക്കാൻ വേണ്ടി കടലയുണ്ടല്ലോ ഒരു 10 മണിക്കൂർ മുന്നേ തന്നെ കുതിരാൻ വെക്കണം. എന്നിട്ട് വേവിച്ചെടുക്കണം. ഒരു പാൻ ചൂടാക്കി 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 വറ്റൽ മുളക്, 2 വലിയ സൈസിലുള്ള സവാള, ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാളയെല്ലാം നല്ല ഗോൾഡ് കളർ ആവണം. ഗോൾഡ് കളറായി വന്നാൽ ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് തക്കാളിയും നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ ചേർക്കുന്ന സമയം തീ വളരെ ചെറുതാക്കി കൊടുക്കണം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് എല്ലാം കൂടി നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കണം. 8-10 മണിക്കൂർ കുതിർന്നതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ കടല 10 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചത്. നല്ല പോലെ വെന്ത് വന്നാൽ മാത്രമേ കടലക്കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ട് 15 മിനിറ്റ് ചെറിയ തീയിൽ ഞാനൊന്ന് വേവിച്ചെടുത്തു. കടലയിലേക്ക് നന്നായിട്ട് മസാല പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വേവിക്കാൻ വെച്ചത്. എണ്ണയെല്ലാം മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വരുന്നൊരു പരുവം ആകണം. ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കടല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. 1 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരും ജീരകം, 1 സവാളയുടെ പകുതി, ഇത്രയും നല്ലപോലെ ഗോൾഡ് കളറാവുന്നവരെ വറുത്തെടുക്കണം. എന്നിട്ട് പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ കറിയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ കട്ടിയാവണ്ട, കൂടുതൽ ലൂസും ആവണ്ട. എന്നിട്ട് ഒന്ന് ജസ്റ്റ് തിള വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കൂടുതൽ തിളപ്പിച്ചെടുക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മൂടി വെക്കണം. ഇത് നല്ല നാടൻ രീതിയിലുള്ള വറുത്തരച്ച കടലക്കറിയാണ്. ഈ ഒരു കറി ഉണ്ടല്ലോ എല്ലാ അപ്പത്തിനും അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ഒന്ന് മൂടി വെച്ച് അരമണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിലുള്ള നല്ല കുറുകിയ തേങ്ങാക്കറി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിവിടെ ചെമ്പാ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറുള്ള പുട്ടാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ് ഈ പുട്ടിന്. ഇത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ഈ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഓരോ പുട്ടുപൊടിക്കും ഓരോ വെള്ളമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ 1 കപ്പിന് 1 കപ്പ് തന്നെ ഒഴിച്ചു കൊടുത്തു. ഇപ്പം നല്ല ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. നല്ല പോലെ മിക്സ് ചെയ്യണം. ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും എത്തണം. 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ വെള്ളമെല്ലാം വലിച്ച് കുടിച്ച് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി എത്ര ടൈം വെക്കണം എന്നൊക്കെ നിങ്ങളുടെ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, അത് നോക്കിയാൽ മതി. ഇനി വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയെങ്കിൽ ഉണ്ടല്ലോ 1 കപ്പിന് 1/2 കപ്പ് വെള്ളമൊക്കെ ചേർത്താൽ മതി. ഇനി കട്ടകളെല്ലാം ഉടച്ചതിന് ശേഷം മിക്സിയുടെ കുഞ്ഞു ജാറുണ്ടല്ലോ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മിക്സിയുടെ ജാറിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്ന സമയം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി.
പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തികച്ചും ഓപ്ഷണലാണ്, തേങ്ങ ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് ഒരു 5 സെക്കൻഡ് കൂടുതൽ വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ടൊരു പാകമായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ പുട്ട് രാവിലെ ഉണ്ടാക്കിയാലും ഈ പുട്ട് രാത്രി കഴിക്കാനും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ കുക്കറിലാണ് ഞാനിവിടെ വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് കുക്കർ മൂടണം. പിന്നെ ഇപ്പോൾ ഈ ചിരട്ടപ്പുട്ടുണ്ടല്ലോ, ഇത് വാങ്ങാൻ കിട്ടും. ഇതിലാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തേങ്ങ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. വീണ്ടും മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുക്കർ മൂടി അതിൻ്റെ മീതെ ഉണ്ടല്ലോ വിസിൽ വരുന്ന ഭാഗം, ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പുട്ട് കുറ്റിയിൽ വേണമെങ്കിലും ഈ പുട്ട് ചുട്ടെടുക്കാം. ഇത് ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദാ ഈ രീതിയിൽ ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ചിരട്ടപ്പുട്ട് മൂടി വെക്കണം. മൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റീം വരും. ഇങ്ങനെ ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 30 സെക്കൻഡും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുട്ട് ഇതിൽ നിന്നും എടുക്കൽ. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ദാ സ്റ്റീമെല്ലാം വന്നു, ഒരു 30 സെക്കൻഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി പുട്ടും കടലയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എങ്ങനെയായാലും കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളിയായിട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരാം. പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. അപ്പം ഞാൻ തേങ്ങ ഒക്കെ ചേർത്തിട്ടാണ് പുട്ടുണ്ടാക്കൽ. രണ്ടാമത്തെ പുട്ടും ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതും സ്റ്റീം കയറ്റിയെടുക്കണം. ഇതാ കണ്ടല്ലോ, ഈ രീതിയിലാണ് നമ്മൾ കുക്കറിൽ പുട്ട് കുറ്റി വെക്കേണ്ടത്. എന്നിട്ട് അടച്ച് വെക്കണം. സ്റ്റീം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് നമുക്കിത് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പുട്ടും കടലയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കടലക്കറി ഉണ്ടല്ലോ, പണ്ടത്തെ നാടൻ രീതിയിലുള്ള കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.